അനന്തൻ നമ്പൂരിപ്പാട് എന്നല്ലേ പേര്? അതെ, കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. എന്താ കേട്ടിട്ടുള്ളേ? പത്മശ്രീ പണം കൊടുത്തു വാങ്ങിയ അല്പൻ, ശബ്ദം കൊണ്ട് കസർത്ത് കാണിക്കുന്ന അജ്ഞൻ അല്ലേ? ഇത്തരം എനിക്ക് തന്നോടൊത്തൊന്ന് പാടണം. अच्छा कंपटीशन करेगा उसके साथ ഒരു മത്സരത്തിന് ഞാനില്ല. സംഗീതം സാഗരമാണെന്ന് പറഞ്ഞു ഞാൻ അതിന്റെ തീരത്ത് പകച്ചു നിൽക്കുന്നൊരു അങ്ങയോടൊപ്പം ഇരിക്കാൻ പോലും യോഗ്യനല്ല ഞാൻ. വാക്കുകളുടെ സൗന്ദര്യമൊന്നും എനിക്ക് വേണ്ട. ശ്രുതി जबरदस्ती कंपटीशन करा रहा है. मुझे लगी था तो उसमें देख के वो लड़का है ना जो इसीलिए बोल रहा है से हाँ तो उन्होंने परमिशन दे दिया, वो भी करेंगे शायद अब्दुल्ला भी. क्या सुर लगाया, कैसे लग रहा खुश हो रहा. मुझे लग रहा नहीं अभी हार जाएगा तो वो जल रहा है ना उससे कि ये मतलब क्यों गाता है इतना अच्छा. ये खुश हो गई, इसको बहुत पसंद है. हाँ वो ये भी बहुत भयंकर गाता है. सिटिंग पोजीशन देखो ना एकदम वो भी है. शॉक हो गया. हाँ उससे नहीं था ना शायद कि इनकी इतना अच्छा गाएगा ये. जब देख रहे उनको बड़ा मजा आ रहा है. वाह क्या एक्सप्रेशन है. സ്വരമായി വിടരും ഷഡ്ജമനാഹതമന്ത്രം खुश तो ये भी बड़ा होगा. इसको लगाने क्यों आ जाएगा. സ്വരം 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 एक्सप्रेशन कैसे है वैसे खुद ही गा रहे हैं. മധ്യമം പഞ്ചമം मुझे शब्द दे रहे हैं उस पे, मतलब बनाना बताना भी उसके बाद, जैसे अंताक्षरी में होता है शायद ना. मतलब एक्सप्लेन भी करना है कि क्या है वो. जैसे पंचमम है तो क्या है वो. हाँ ओ ये भी गाता है. संगीत प्रेमी है वो. മുഖനാദം സാന്ത്വനഭാവം ആഗമ वो भी हैरान हो गया. तो सोच रहा जीता ये. अब वो भी इंजॉय कर रहा है उस चीज को. आंसू आने लगे. जो फील कर पाते हैं ना म्यूजिक को वही समझ सकते हैं. सबकी आंखों में आंसू.
गया इधर से लाया था कि आ जाए कंपटीशन अब बाकी है അങ്ങയുടെ ओह കാലം എന്നെ അനുവദിക്കണം. ഇനി ആരുടെ മുന്നിലും തലകുനിക്കരുത്. കള്ള ദൃഷ്ടിയാ. താൻ എങ്ങനെ വന്ന് പിറന്നു എന്റെ കുലത്തില്? ഒരു തെറ്റുപറ്റി അമ്മാമ ഇതിന് സൂത്രം കൊരഷ്ടൻ. അതിനെ പറ്റി എന്താ പറഞ്ഞെന്നറിയോ? ഇല്ല. എങ്ങനെയാ ഒരു കുഞ്ഞുകുളിക്ക് വളർന്നു വന്നേ? നേരത്തെ വഴക്ക് പറയണ്ട, വെറുതെ ഒരു നേരം പോക്കിന് ചെയ്തതാവും. എന്ത് നേരം പോക്ക്? കൊള്ളാവുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാ നേരം പോക്ക്. ഇനി മേലാൽ ഇങ്ങനെ വല്ലത് കേട്ടാൽ ആ മൂർത്തി പറഞ്ഞതുപോലെ ഈ മുള്ളുമുരിക്ക് ഞാൻ കടക്കെ വെച്ച് വെട്ടും. അതെ, അള മുട്ടിയാൽ ചേരയും കടിക്കുന്ന ഇപ്പൊ മനസ്സിലായി. ഹലോ മുള്ളുമുരിക്ക്, മുള്ളുമുരിക്ക് തന്നെ. सब उसका मजाक उड़ा रहे कल सुबह इस महल में उस बुढ़े का इलाज देखना चाहिए मुझे. समझे? अपने को बुड्ढा बुड्ढा ആഹ്ലാദത്തിപ്പർ ഓടണു, കുളം വിളിക്കണം. നമ്മുടെ കാലത്ത് ഇവിടെ വന്ന് ധാരാളം പാടിയിട്ടുണ്ട്. നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? അപ്പൊ ആഹാരോ? വന്നിട്ടാ. ഇന്ന് നല്ല നിലാവുണ്ട്. നിലാവുള്ള രാത്രിയിൽ തുറസായ ഒരിടത്തിരുന്ന് कहाँ जा रहे हैं अब? कहीं बाहर चलता हूँ क्या करो उसे अच्छा यही करने के लिए शायद उसे मारने के लिए लेकर आया वो बाहर यहाँ से तो नहीं दो से नीचे कितनी हाइट है वहां से तो चेक भी कर रहा हूँ वहां से क्योंकि उन्होंने कहानी था इस तरह से मारना है कि वो एक्सीडेंट एक्सीडेंट लगे ना कि सुस्त इसलिए वो उसे बाहर लेकर आ रखे हैं തന്നെ വിശ്വാസം. താൻ നല്ലവനാ, ഹൃദയമുണ്ട്. हाँ देखो उसको विश्वास होने लग गया उसमें जो उसको मारने आ रखा है അവളാ എന്റെ ഏറ്റവും വലിയ ശത്രു. എന്റെ ഉണ്ണി പോയ പുറവ് അവളാ. ശരിയില്ല, തമ്പുരാന് പറ്റിയ ഒരു അബദ്ധമായിരിക്കും എന്ന് വിചാരിച്ചു അല്ലേ? അല്ല, അവൾ എന്റെ മോളല്ലായിരിക്കാം, എന്റെ രക്തത്തിൽ പിറന്നതല്ല. ഈരം പുത്രന്മാരുടെ സ്നേഹം बहुत अच्छा मानते हैं उसको ना दादा को അവക്കൊരാശ്രയം വേണം. എന്തെങ്കിലും മോഹമില്ല. പക്ഷേ इसने बता दिया उसे തന്നെ വല്ലാണ്ട് बस करती वैसे तो तो उसको सुनती लाइक थी। बहुत करती हूँ ये वो जानता है ये बात ना അങ്ങ് കരുതുന്ന പോലെ ഞാൻ സന്തോഷമേ ഉള്ളൂ എനിക്ക്. എനിക്ക് എന്റെ ഉണ്ണിയെ പോലെയാ. अच्छा सब बेटे की तरह സൂക്ഷിച്ച് मान रहे से वो हाँ ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ നിന്റെ പറയാ എന്റെ കാലം നിർത്തിയപ്പോ പിടിച്ചില്ലേ ഈ കയ്യ്? उसने बेटे की जैसे मान लिया ना उसको अब हाँ അങ്ങനല്ലേ? തമ്പുരാൻ വല്ലാണ്ട് കുടിച്ചിരിക്കുന്നു. अब भी मारता है वैसे वैसे है तो अच्छा है पर हाँ बस पैसों के लिए इससे बुरा लग रहा है क्यों नहीं मारा इसने उसे രാത്രി ഒന്ന് തള്ളിയാ മതിയായിരുന്നു കഥ കഴിഞ്ഞ്. ഇതുപോലൊരു ചാൻസ് എനിക്ക് കിട്ടും. മനുഷ്യനെയാണ്, അത് നിങ്ങൾ മറക്കണ്ട. അത് അറിഞ്ഞോണ്ടല്ലേ ഇറങ്ങി പുറപ്പെട്ടത്. അതെ, വെറുതെ കൊല്ലാന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്, സിമ്പിൾ, ആർക്കും ചെയ്യാം. ഇപ്പൊ നിങ്ങളെ കൊല്ലണ നമ്മൾ കൊന്നു കാണിച്ചു തരാം, ഒരു കുഞ്ഞു പോലെ അറിയാതെ. ഇഞ്ചി വേണ്ടേ? സംഗീതത്തിന്റെ കാര്യത്തിലായാലും കൊലപാതകത്തിന്റെ കാര്യത്തിലായാലും ഇന്നലെ വേണമെങ്കിൽ കൊല്ലാമായിരുന്നു. പക്ഷേ പുതുമയില്ലാത്ത പഴഞ്ചൻ രീതികൾ പ്രയോഗിച്ചിട്ട് എന്ത് കാര്യം? കില്ലറുടെ ആത്മസംതൃപ്തി എന്നൊരു പ്രശ്നമില്ലേ? പണ്ണാങ്കട്ട
വേണ്ടിയിട്ടല്ല ഞങ്ങൾ പണം മുടക്കുന്നത്, ഞങ്ങളുടെ കാര്യം നടക്കാൻ. നിങ്ങൾ ബേജാറാവാണ്ടിരിക്കും. നിങ്ങൾക്ക് സ്വത്തുവകകൾ കിട്ടിയാ പോരെ? ഞാൻ തമ്പുരാനോടൊന്ന് സംസാരിക്കാം. ഇപ്പോഴത്തെ ഇരിപ്പ് വശം വെച്ച് പോലെ അതിന് സമ്മതിക്കും. സത്യം പറയും, തനിക്കൊക്കെ ഒരു വിചാരം, ഞങ്ങൾ തമ്പുരാക്കന്മാര് മഹാപാവങ്ങളാണ്. ഈ ശരീരത്തിലൂടെ ഒഴുകുന്നത് ക്ഷത്രിയ രക്താണ്. ചാവാനും കൊല്ലാനും ഞങ്ങൾക്ക് മടിയില്ല. വിടില്ല. ശ്രമിച്ചാ ഏയ് തമ്പുരാൻ, Vamos a ir a ഏയ് തമ്പുരാൻ. family. എന്ത് ചെയ്യാനാണ് താല്പര്യം അല്ലേ? ऐसे खड़े हो रखे हो. ഞാൻ രവിവർമ്മ തമ്പുരാനോട് ഒരു തമാശ പറഞ്ഞല്ലേ. ഞാനൊരു പുതിയ പദ്ധതി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടച്ചോന് പോലും കുടികെട്ടാത്ത. പണ്ടേ തോന്നിയിരുന്നു, പക്ഷേ കൗശലം എന്റെ മുന്നിലും കാണിച്ചു തുടങ്ങി അല്ലേ? അത് നന്നല്ല. യുദ്ധം ചെയ്തിട്ടുള്ളവനാണ് ഞാൻ, തന്ത്രങ്ങളും അറിയാം. അതുകൊണ്ട് ശിഖണ്ഡിയാകരുത്. കലിയുഗമാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? തനിയെ മനസ്സിലായിക്കൊള്ളും. ബാലരാമ, ഓ ഇത് കലിയുഗമാണ്. എത്ര നേരായി തരേണു. ഇന്ന് അമ്മയെ കാണാനും വന്നില്ലല്ലോ. എന്തേ? ഏയ് ഒന്നുമില്ല. തോന്നിയ പറയണ കേട്ടോ. ഈ ആളുകളോട് എങ്ങനെയാ പെരുമാറുക, എന്താ പറയുക എന്നൊന്നും വലിയ നിശ്ചയില്ല. ഞാൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തോളാം. अब कौन है? ये कौन? ജമാലിക്ക, ये तो वही है. ये क्या कर रहे हैं? ആരാണെന്ന് പറഞ്ഞാൽ എന്നിട്ടേ അകത്ത് പോകാൻ പറ്റും. ഓ, ഇതെല്ലാം കൂടി ഇന്ത്യൻ പാർലമെന്റിനെക്കാളും വലിയ കാവലാണ്. രണ്ടാളുടെ പേര്, ആ പേരുണ്ട് അബ്ദുള്ള. അബ്ദുള്ളയോ? അതാര്? ये सब ना असली नाम था. അതാ ഇയാളാണ്. ആ, ഇദ്ദേഹമാണോ? അതിന് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കങ്ങനെ വലിയ മറവിയാ. എന്താ ശങ്കുണ്ണിയാരെ, ഈ ശങ്കുണ്ണിയാർ എപ്പോഴും ഇങ്ങനെ എന്റെ പേരങ്ങോട്ട് മറക്കാൻ. उसका नाम बताती है. ഒരു ഇത്തിരി ബുദ്ധിയൊക്കെ വേണ്ടേ? നിങ്ങളോട് 100 പ്രാവശ്യം പറഞ്ഞല്ലേ അനന്തം നമ്പൂതിരിന്ന്. ഒരാളാകെ വിനിയോഗിക്കണല്ലോ. സംസാരിക്കാം. ആദ്യം നിങ്ങൾ പുറത്തൊരു മുറി അടിക്കി. തപ്പയ്ക്ക് കൊട്ടാരം താമസിച്ചു. അങ്ങോട്ട് വന്നാ മതി. നിങ്ങളുടെ ഈ ഹലാക്കിലെ ഭാഷയും കൊണ്ട്. എന്താ പേര്? അങ്ങോട്ടല്ല, അങ്ങോട്ട് പോയി. ആ നടന്നേ. क्यों रुका हुआ है? ദിവാലായല്ലോ എന്റെ അബ്ദു. നമ്മൾ വിചാരിച്ച പോലെ പാവങ്ങളൊന്നുമല്ല ഇവിടുത്തെ തമ്പ്രാക്കന്മാര്. ഒരു തന്തയുണ്ട്, ശകുനി. കണ്ണില്ലെങ്കിലും 1000 കണ്ണ്. ചരടുവലി മുഴുവനും ആ കടൽ കിഴവനാ. वेट कर रहा था सब. आप समझ गए ना ये? എനിക്ക് അപ്പ അതിന്റെ അർത്ഥം പിടികിട്ടില്ല. ആലോചിച്ച് നോക്കിയപ്പോഴാ സംഗതി മനസ്സിലായത്. മകനെ വധിച്ചത് അതുകൊണ്ട് ശിഖണ്ഡിയാകരുത്, ഇത് കലിയുഗമാണെന്ന്. ഓഹോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെന്ന്? അതൊരു പുരാണ കഥയാണ്. ഓ, അത് ശരി. പുരാനെ ആരെ കൊണ്ടെങ്കിലും കൊല്ലിച്ചിട്ട് ശിഖണ്ഡിയെ പോലെ എന്നെ മുന്നിൽ നിർത്തിയ പോരെ? ഞാനാണ് കൊന്നതെന്ന് എല്ലാരും കൂടെ ചേർന്ന് മൊഴി കൊടുത്താൽ ഞാൻ പെട്ടോ? ചോദ്യം ചെയ്യുമ്പോ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അത് കള്ളപ്പേരിലാണ് വന്നിരിക്കുന്ന അറിയുമ്പോഴാ. കഴിഞ്ഞ ആഴ്ച നമ്മളെ കബീർ ദാദ റിമാൻഡിൽ ഇറങ്ങിയപ്പോ എന്നോട് പറയാ, മൂപ്പർക്ക് 2 നേരം നല്ല ബിരിയാണിയാണ് ജയിലിൽ കിട്ടിയത്. ചുമ്മായിരിക്കെ. എന്നെ കൊണ്ട് ഈ കുഴി ചാടിച്ചതും പോരാ. നിനക്കൊരു നല്ല കാലം വരട്ടെ എന്ന് വിചാരിച്ചല്ലേ മോൻ. എനിക്ക് ചങ്കുറപ്പില്ലാത്തത് വേണ്ട. നമ്മൾ തമ്പുരാനെ കൊല്ലണില്ല. അപ്പൊ അവര് കൊല്ലും, എന്നിട്ട് നമ്മുടെ പേര് കുറ്റവും വരും. അത് നമ്മൾ സമ്മതിക്കാൻ പോണില്ല. എന്ന് വെച്ചാ നമ്മൾ തടയും. എന്താ അതിനുള്ള ആണത്ത് അണക്കുണ്ടോ? कैसे करेगा ये? ഉണ്ട്. वो तो मार के रहेंगे से ना. ये नहीं मारेगा तो कोई किसी और से मरवा देंगे. उसको बहुत ट्रस्ट हो गया ना उस पे. മറ്റു ചില കണക്കൂട്ടലുകളും ഉണ്ടെന്ന് വെച്ചോളൂ. അറിയാം അറിയാം, തനിക്കെങ്ങനെ അറിയാം? രാധികയുടെ കാര്യല്ലേ? എടോ ഭയങ്കര താനൊരു ബുദ്ധിരാജ. वो भी सब जानते हैं.
ഇന്നത്തെ കാര്യസ്ഥന്മാരിൽ ഒരാളാണ് ശങ്കുണ്ണി. കൂട്ടിക്കൊണ്ടു പോകാനാണോ എത്തിയിട്ടുള്ളത്? ഇയാളെ ഇനി ഇല്ലത്തേക്ക് വിടണില്ല. अच्छा वो जाने नहीं दे കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കാനുണ്ടായിരുന്നു. അപ്പോ എന്റെ കൂടെ ഇവിടെ കുറച്ച് ദിവസം താമസിക്കുന്നതിൽ അങ്ങേക്ക് വിരോധമൊന്നുമില്ലല്ലോ? വിരോധോ? നല്ല കാര്യായി. താൻ വേണച്ചാ ഇല്ലത്തുള്ളവരെ മുഴുവൻ ഇവിടെ കൊണ്ടു താമസിച്ചോളൂ. സന്തോഷം. ഇനിയിപ്പോ വേണ്ട. രാത്രി കാണാം. നിങ്ങൾ ആള് വളഞ്ഞ വിത്ത് തന്നെ. ഒരു മഹാരാജാവ് നിങ്ങളെ കളിക്കൂട്ടിനെ പോലല്ലേ പെരുമാറും. ഇത്രയും നല്ലൊരു മനുഷ്യൻ, മുഖത്തെ ആ തേജസ് കണ്ട. ഈ മനുഷ്യനൊന്നും നുള്ളി നോവിക്കാൻ ഒരുത്തനും തോന്നൂല. അല്ല നമുക്ക് മറ്റേ ചെയ്താന്റെ അടുത്ത് ആണ് എന്തോ പുതിയ പദ്ധതി പറയാനുണ്ടെന്ന് അറിയിച്ചത്. वो तो जानता है इसे. ഞാനൊരു കൊലയാളി ഒന്നുമല്ല. പിന്നെ എന്തിനാണോ താൻ അഡ്വാൻസ് വാങ്ങി ഇങ്ങോട്ട് പുറപ്പെട്ടത്? ചേർക്കാനോ? രവിവർമ്മേ, അയാൾക്ക് പറയാനുള്ളതെല്ലാം പറയട്ടെ. അത്ര വിസ്തരിച്ച് വരാനൊന്നുമില്ല. ഞങ്ങൾ കൂറുമാറി അതന്നെ. ആരെയും കൊന്നു പരിചയമൊന്നുമില്ല. പറ്റാവുന്നിടത്തോളമൊക്കെ ഞാൻ നോക്കി. പക്ഷെ എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. പാവപ്പെട്ട ഒരു പാട്ടുകാരനാണ് ഞാൻ. अच्छा बताने लगे सच. ബാക്കി തിരിച്ചു തരാം. നമുക്ക് സമാധാനപരമായിട്ട് കാര്യങ്ങൾ അവസാനിപ്പിച്ചുകൂടെ? രണ്ടിനെയും കൊന്ന് കുഴിച്ചു. ओह अभी नहीं मारा जाता है. തോള് കൈ നടന്നിട്ടുള്ളവനാണ് ഈ ജമാല്. ഞാനും അങ്ങനെ തന്നെ. മാത്രമല്ല, പോകുന്ന സ്ഥിതിക്ക് നമ്മൾ എന്തിനാണ് വന്നതെന്നും എന്തായിരുന്നു നമ്മുടെ ഉദ്ദേശമെന്നും തമ്പുരാനോട് പറഞ്ഞിട്ട് പോകുന്നതല്ലേ അതിന്റെ മര്യാദ. പിന്നെ ഇവരെയും अब तो ये भी इनके अगेंस्ट हो जाएंगे. ഇവിടുന്ന് വന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴെന്തായി? അവര് പ്രശ്നാവോ ചെറിയച്ച? ചരട് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. മനുഷ്യരെ ഭയപ്പെടുത്തി ചെറിയത്തിന് സാധനങ്ങളൊക്കെ പെറുക്കി കെട്ടാ. ഏത് നിമിഷം രക്ഷപ്പെടേണ്ടി വരും. നമുക്കും തയ്യാറായിരിക്കാം അല്ലേ? തയ്യാറായിട്ട് എങ്ങോട്ടേക്കാ പോവാ? लगे नमाज पढ़ने. कोई देख ना ले लो. दरवाजा बंद हो गया. ओह तो किसने से? शिट.